അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഒരു അൻസാരി ആയിരുന്നു. അദ്ദേഹത്തിന് സാക്ഷാൽ ഉമർ ഖത്താബ് കൊടുത്ത ഒരു ടൈറ്റിലാണ് നസീജ് വഹദി. നസീജ് വഹദി എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേക രീതിയിൽ തുന്നപ്പെട്ട വസ്ത്രത്തിനൊക്കെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കാണുന്നത് മദീനയിൽ വെച്ചിട്ടാണ്. അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് പ്രവാചകനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നൽകിയത് ഉമർ ഖത്താബ് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമ്പോൾ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉമറിനെയും വിളിച്ചത് ഈ ഒരു ടൈറ്റിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനും കൊടുത്തതും ഈ ഒരു പദവിയാണ് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമേ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു പ്രവാചകൻ മദീനയിലേക്ക് വരുമ്പോൾ. എന്നാൽ പിൽക്കാലത്ത് ഇതേ ഉമൈറിനെ തന്നെ ഉമർ ഖത്താബ് ഡമസ്കസിന്റെ ഗവർണറാക്കുകയും പിന്നീട് ഹിംസിന്റെ ഗവർണറാക്കുകയും ചെയ്തു. ഉമർ ഖത്താബ് ഒരാളെ ഗവർണർ ആക്കണമെങ്കിൽ, ഒരു അധികാരത്തിന്റെ ചാർജ് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ അനാഥനായ വ്യക്തിയാണ്, അല്ലെങ്കിൽ സഹാബിയാണ് ഉമൈർ ബിൻ സഅദ്. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, അദ്ദേഹത്തിന്റെ ഉപ്പ സഅദ് ബിൻ ഉബൈദ് എന്ന് പറയുന്ന സഹാബി ബദറിൽ പങ്കെടുക്കുകയും ഷഹീദാവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ഉമ്മ ജുലൈസ് ബിൻ സുവൈദ് എന്ന് പറയുന്ന ഒരു സഹാബിയെ വിവാഹം കഴിച്ചു. ആ സഹാബി വളരെ കുറഞ്ഞ കാലഘട്ടം മുനാഫിക്കായി മദീനയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. പിന്നീട് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഉമൈറിനെ സ്വന്തം ഉപ്പയെ പോലെയാണ് സ്നേഹിച്ചിരുന്നതും വളർത്തിയിരുന്നതുമെല്ലാം. അതോടൊപ്പം തന്നെ ചെറിയ പ്രായത്തിൽ ഉമൈർ ബിൻ സഅദ് പള്ളിയിൽ ജമാഅത്തായി നമസ്കാരത്തിനെത്തുകയും എല്ലായ്പ്പോഴും ഒന്നാം സഫിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ പ്രായം അല്ലെങ്കിൽ തൻ്റെ യുവത്വം ഇസ്ലാമിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിച്ച ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കും എന്ന ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ അതോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു പേരാണ് ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ ക്ഷണിക്കുകയും അല്ലെങ്കിൽ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സഹാബത്തിന് നിർദ്ദേശം കൊടുക്കുന്ന ആ ചരിത്രത്തിൽ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു ചരിത്രം വായിക്കുമ്പോൾ അവിടെ ഉമൈർ ബിൻ സഅദിനെ പറ്റി വളരെ വ്യക്തമായ ഒരു ചരിത്രം, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മുനാഫിക്കീങ്ങൾ അഥവാ പ്രവാചകനെ പുറമെ വിശ്വസിക്കുകയും അകത്ത് കുഫറുമായി നടന്നിരുന്ന മുനാഫിക്കീങ്ങൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിറകോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഉമൈർ ചെറിയ കുട്ടിയാണ്. അദ്ദേഹം പള്ളിയിൽ കാണുന്നത് അബ്ദുറഹ്മാൻ ഇബ്ൻ ഔഫിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ അവരൊക്കെ ഇസ്ലാമിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതും യുദ്ധത്തിന് മുമ്പോട്ട് വരാൻ തയ്യാറാവുന്നതൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. ഇത് കണ്ടിട്ട് അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയിട്ട് തൻ്റെ ഉപ്പയായ ജുലൈസ് ബിൻ സുവൈദിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാത്തത്? അപ്പൊ ജുലൈസ് അന്ന് മുനാഫിക്കാണ്. പക്ഷെ ജുലൈസ് അത് പുറത്ത് കാണിക്കണമെന്നില്ല. പക്ഷെ ആ സമയത്ത് ജുലൈസ് തൻ്റെ മകനായ ഉമൈർ ബിൻ സഅദിനോട് പറയുകയാണ്, ഈ പ്രവാചകൻ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സത്യമാണെങ്കിൽ നമ്മൾ കഴുതയേക്കാൾ മോശപ്പെട്ട വ്യക്തികളാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ജുലൈസ് ഒരു മുനാഫിക് ആയതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അത് ഉമൈർ ആ സമയത്താണ് അത് തിരിച്ചറിയുന്നത്. ഉമൈറിന് വളരെ വിഷമത്തോടു കൂടി ഉമൈർ പറയുകയാണ്, ഈ ലോകത്ത് എനിക്ക് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി താങ്കളാണ്. പക്ഷെ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കാര്യം അത് ഞാൻ എടുത്തു പറഞ്ഞാൽ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ യഥാർത്ഥ മുഖത്തെ പുറത്തേക്ക് വെളിവാക്കപ്പെടും. എന്നാൽ ഞാനത് മറച്ചു വെച്ചാൽ ഞാൻ എൻ്റെ ദീനിനോട് ചെയ്യുന്ന ചതിയാണ് എന്ന് ഉമൈർ പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി അദ്ദേഹം ഈ പരാതി ബോധിപ്പിക്കുകയാണ്. അഥവാ ജുലൈസ് ഈ പറഞ്ഞ കാര്യത്തെ ഉമൈർ ബിൻ സഅദ് റിപ്പോർട്ട് ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്. ഉമൈർ ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ടും ജുലൈസിനെ വിളിപ്പിക്കുകയും ജുലൈസ് അത് ഔട്ട്റൈറ്റ്ലി അതിനെ നിഷേധിക്കുകയാണ്. ജുലൈസ് പറയുന്നത്, ഈ കുട്ടികൾക്ക് എന്തറിയാം, അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ചപ്പോൾ ഉമൈർ പൊട്ടിക്കരയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. സാക്ഷാൽ വഹി ഇറങ്ങുകയാണ്. സൂറത്ത് തൗബയുടെ 74-ാമത്തെ വചനം, യഖ്ലിഫൂന ബില്ലാഹി മാ ഖാലു
വലഖദ് ഖാലു കലിമത്തുൽ കുഫ്ർ, സത്യം ചെയ്യും അവർ എന്താണ് പറഞ്ഞത് എന്നതിനെ പറ്റി, പക്ഷേ അവർ പറഞ്ഞതെല്ലാം കുഫറിന്റെ വചനങ്ങളാണ്. വകഫറു, അവർ കുഫറിലാണ്. വബഅദു ഇസ്ലാമിഹിം, വബഅദ ഇസ്ലാമിഹിം, അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ കുഫറിലേക്ക് പോയ ആളുകളാണ്. വഹമ്മു ബിമാ ലം യനാലു, അവർ എത്താനാവാത്തത്, അവർ നേടിയെടുക്കാനാവാത്തതിനെ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമേറിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, യാ ഗുലാം, ചെറിയ കുട്ടികളെ വിളിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. യാ ഗുലാം, നിന്റെ ചെവികൾ കേട്ടത് സത്യമാണ്, മാത്രവുമല്ല നിന്റെ റബ്ബ് നീ കേട്ടതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് ഇത് എന്നുള്ളത് നമ്മൾ അതും ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പിന്നീട് ജുലൈസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം കരഞ്ഞിട്ട് പറയുമായിരുന്നു, ഉമേറാണ് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിൽ ഇത്രയും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ രേഖപ്പെടുത്തുകയും വളരെ കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഉമേർ ബിൻ സഅദ് എന്നുള്ളത് ചരിത്രത്തിൽ പണ്ഡിതന്മാർ വായിക്കുകയും വിശദീകരിക്കുകയും, അദ്ദേഹത്തെ പറ്റിയാണോ അതോ അദ്ദേഹം പറഞ്ഞതായിട്ടാണോ എന്ന് ഉറപ്പില്ല, പക്ഷെ അദ്ദേഹത്തോട് ചേർത്ത് പറയുന്ന ഒരു വാചകമാണ്, മൻ അറഫല്ലാഹു സഗീറൻ ലം യബിഅ ദീനഹു കബീറ, ആരെങ്കിലും ചെറുപ്പത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വലുതാകുമ്പോൾ, പ്രായമാകുമ്പോൾ ഒരിക്കലും തന്റെ ദീനിനെ വിൽക്കുകയില്ല എന്നുള്ളത് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഒരു പൊതുവായ നേച്ചർ പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണുന്നത്, അദ്ദേഹം മുതിർന്ന സഹാബിയായി മാറി. അദ്ദേഹത്തിന്റെ ഒരു പൊതുവായ നേച്ചർ എന്ന് പറയുന്നത് സൈലന്റ് ആണ്, എല്ലായ്പ്പോഴും ജിഹാദിന്റെയും നമസ്കാരത്തിന്റെയും എപ്പോഴും മുൻനിരയിൽ തന്നെ ഉണ്ടാവും, ഫസ്റ്റ് റോയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഉമർ ഖത്താബ് ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു ക്വാളിറ്റി വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉമൈർ അബു ഉബൈദയുടെ നേതൃത്വത്തിൽ ജെറൂസലമിലേക്ക് അഥവാ ഡമസ്കസിലൊക്കെ ഉള്ള യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവിടെ സ്റ്റേഷൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നീട് അബു ഉബൈദയുടെ കൂടെ ഡമസ്കസ് നേടുമ്പോൾ അല്ലെങ്കിൽ അത് വിജയിച്ചെടുക്കുമ്പോൾ ഉമൈർ അവിടെ ഉള്ളതായിട്ട് ഉമർ ഖത്താബിന് അറിയാം. പിന്നീട് ഉമർ ഖത്താബ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനെ ഡമസ്കസിന്റെ ഇൻചാർജ് അഥവാ ഗവർണർ ആക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഹിംസിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് ഡമസ്കസ് എല്ലാം ഉൾപ്പെടുന്ന ഷാം അഥവാ സിറിയ ധാരാളം സമ്പത്തുള്ള ഒരു നാടായിരുന്നു. അതുകൊണ്ട് ഉമർ ഖത്താബിന് അവിടെ ആരാണോ ഗവർണർ ആക്കി വെക്കുന്നത് അദ്ദേഹത്തെ പറ്റി കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ ഉമർ ഖത്താബ് അത് ചെയ്യുമായിരുന്നുള്ളൂ. കാരണം സിറിയ എന്നുള്ളത്, കാരണം ആരാണെങ്കിലും സമ്പത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ തൻ്റെ ഒരു ദീൻ അതിലേക്ക് വിൽക്കപ്പെടും എന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഉമർ ഖത്താബ് അത് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ഉമേർ ഈ ഒരു ഇൻചാർജ് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗവർണർ ആയിട്ടുള്ള ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നടത്തിയ ഒരു പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിദ്ധമായി തൻ്റെ ജനങ്ങളോട് പറയുകയാണ്, ഇസ്ലാം എന്നുള്ളത് വളരെ ശക്തമായി പണിതപ്പെട്ട ഒരു മതിലാണ്, ഒരു ചുറ്റുമതിലാണ്. അതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു കവാടം കൂടിയുണ്ട്. അപ്പൊ ആ മതിൽ എന്ന് പറയുന്നത് നീതിയാണ്, അതിലാണ് നീതിയാണ്. ആ കവാടം എന്ന് പറയുന്നത് സത്യവും. ആ മതിൽ പൊളിഞ്ഞാൽ കവാടവും അതോടൊപ്പം തന്നെ പൊളിയപ്പെടും. അപ്പോ ഇസ്ലാമിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അഥവാ ഇസ്ലാമിന്റെ ശക്തി എന്ന് പറയുന്നത് വാളോ അല്ലെങ്കിൽ ചാട്ടവാറോ ഒന്നുമല്ല, മറിച്ച് സത്യം കൊണ്ട് വിധിക്കുക, നീതി കൊണ്ട് മാത്രം വിധി നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് എന്ന് ഉമൈർ ബിൻ സഅദ് പറയുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഉമർ ഖത്താബ് ഈ ഹിംസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും യാതൊരുവിധ പരാതികളൊന്നും തന്നെ കേൾക്കുന്നില്ല. അപ്പൊ ഉമൈറിനെ പറ്റി ഒരു വർഷത്തോളം ഒരു പരാതി കേൾക്കുന്നില്ല, പ്രത്യേകിച്ച് ന്യൂസ് കേൾക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഉമൈറിനോട് മദീനയിലേക്ക് വരാൻ പറഞ്ഞു. മദീനയിലേക്ക് ഹിംസിൽ നിന്ന് ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വരുന്നത് കാൽനടയായിട്ടാണ്. കയ്യിൽ ഒരു സഞ്ചിയും ഒരു പാത്രവും, വെള്ളം കുടിക്കാനുള്ള ഒരു പാത്രവും ഒരു കുന്തവും ഒക്കെ മാത്രമായിട്ട് അദ്ദേഹം നടന്നു വരികയാണ്. മദീനയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം മരണപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, കാരണം അത്രയേറെ നടക്കാനുണ്ട്. അപ്പോൾ എത്തിയ സമയത്ത് ഉമർ ഖത്താബ് വളരെ ആശ്ചര്യത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എന്തുകൊണ്ടാണ് നടന്നത്? അപ്പോൾ ഉമൈർ ബിൻ സഅദ് വളരെ കൂളായിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, എനിക്ക് ഈ ദുനിയാവിലുള്ള എല്ലാം ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്, വെള്ളമുണ്ട്, എനിക്ക് ആവശ്യമുള്ള എല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നടന്നു വന്നത്? അപ്പോൾ ഉമൈർ ബിൻ സഅദ് പറഞ്ഞു, അത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാഹനം അഥവാ കുതിര ഞാൻ ഒഴിവാക്കി, അഥവാ അത് പാവങ്ങൾക്ക് അത് വിധിച്ചു കൊടുത്തു, അതിന്റെ സമ്പത്ത് എന്നുള്ളത്. അപ്പോൾ ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ തന്ന സമ്പത്ത് എവിടെ? ആ സമ്പത്തെല്ലാം ഞാൻ ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു. ആളുകൾ വരുന്നതിനനുസരിച്ച്, ചോദിക്കുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഞാൻ വീതിച്ച്
നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഉമർ ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോഴാണ് ഉമർ അദ്ദേഹത്തിന് നസീജ് വഹ്ദി എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുകയും അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് റിന്യൂ ചെയ്യാൻ പോകണം, അഥവാ അദ്ദേഹത്തിനെ വീണ്ടും അവിടെ തന്നെ ഗവർണറായി നിയമിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത്. ഇതിന് മറുപടി ആയിക്കൊണ്ട് ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയോ ഇനി നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്ക് വേണ്ടിയോ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഉമർ ഖത്താബ് പിന്നീട് ഒരാളോട് കുറച്ച് പണം കയ്യിൽ സ്വരൂപിച്ചുകൊണ്ട് ഉമൈറിന്റെ അടുത്തേക്ക് വിടുകയാണ്. എന്നിട്ട് പറയുന്നത്, അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ പണം തിരിച്ചു കൊണ്ടുവരാം. അഥവാ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണെങ്കിൽ, സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സമ്പത്ത് അദ്ദേഹത്തിന് നൽകുക എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഉമർ ഖത്താബ് അദ്ദേഹത്തെ അവരിലേക്ക് വിടുകയാണ്. എന്നിട്ട് ഈ പറഞ്ഞ വ്യക്തി അവിടെ പോയി 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. 2 ദിവസം ഈ ചെന്ന അതിഥിക്ക് 2 ദിവസം ബ്രെഡ് കിട്ടുന്നുണ്ട്, അഥവാ ഹുബ്സ് കിട്ടുന്നുണ്ട് കഴിക്കാൻ. പക്ഷെ എന്താണ് ഉമൈർ കഴിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. 3-ാം ദിവസം ഇദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയാണ്, ഉമൈറിന് വളരെ വളരെ പ്രയാസമുള്ള ഒരു ജീവിതമാണ് ഉമൈർ ബിൻ സഅദ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഹുബ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ഉമൈർ അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഈ ഹുബ്സ് ആണ് ഈ വന്ന അതിഥിക്ക് നൽകിയത് എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം എന്ത് ചെയ്തു, ഈ സമ്പത്ത് അദ്ദേഹത്തിന് ഉമൈർ ബിൻ സഅദിന് നൽകി. ഇത് നൽകിയപ്പോൾ ഉമൈർ ബിൻ സഅദ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ എന്റെ സലാം പറയാ, ഉമൈറിന് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളത്. ഉമൈറിന്റെ ഭാര്യ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുകയുണ്ടായി, അത് എടുത്തോളൂ, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് പാവങ്ങൾക്ക് നൽകിക്കോളൂ, എന്നാലും അത് നിരസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഉമൈർ ബിൻ സഅദ് അത് എടുത്തു, അത് ശുഹദാക്കളുടെ മക്കൾക്ക് അദ്ദേഹം അത് വീതിച്ചു നൽകുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം ഉമർ ഖത്താബ് നോട്ട് ചെയ്യുന്നുണ്ട്. ഉമർ ഖത്താബ് പിന്നീട് അദ്ദേഹത്തിന് കത്തെഴുതുമ്പോൾ ഉമൈർ ബിൻ സഅദ് പറയുന്നുണ്ട്, ഞാൻ ഈ സമ്പത്ത് മറ്റുള്ള പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയും അത് മക്കളോ സന്താനമോ ഉപകരിക്കാത്ത ദിവസത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ഞാനത് ചെലവഴിച്ചു, അഥവാ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതുവഴി പരലോകത്ത് ലഭിക്കാനുള്ള പ്രതിഫലം മാത്രമേ ഉമൈർ ബിൻ സഅദിന്റെ മുന്നിലുള്ളൂ. അപ്പോൾ മാത്രമല്ല, ചില വസ്ത്രങ്ങൾ ലഭിച്ചു, അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു, എനിക്ക് ഭക്ഷണം എനിക്ക് കിട്ടിയ ഷൈർ മാത്രമേ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഉമർ ഖത്താബിന്റെ സമയത്ത് തന്നെ മരണപ്പെടുകയാണ് എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉമർ ഖത്താബ് പറയുന്നത്, എനിക്ക് ഉമൈറിനെ പോലെയുള്ള ആളുകൾ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് അത്തരം സ്ഥാനങ്ങളിൽ വെക്കാൻ ഉമൈറിനെ പോലെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഉമർ ഖത്താബ് പറയുന്നു എന്നുള്ളത് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുകയും പിന്നീട് മുസ്ലിമായി, മുഅ്മിനായി, മുഹ്സിനായി ജീവിച്ച് വളരെ നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇസ്ലാമിന് അന്ന് ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകിയിരുന്ന സിറിയ പോലെ, ഷാം പോലത്തെ ഒരു സ്ഥലത്ത് ഗവർണറായി ജീവിക്കുമ്പോൾ വളരെ നീതിമാനായി ഭരണം നടത്തുകയും തനിക്ക് വേണ്ടി ഒന്നും തന്നെ എടുക്കാതെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം സമ്പത്ത് ചെലവഴിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഇത്തരം സഹാബികളിൽ കാണുമ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഇതുപോലെ ഒന്നും ആവാൻ സാധിക്കില്ല എന്നുള്ളത് കാര്യം 100% ഉറപ്പാണ്. പക്ഷെ ഇവരായിരിക്കണം നമ്മുടെ മാതൃക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിന്റെ കൂടെ നമ്മയും സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.